സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ അനുപമ മോഹനാണ്. സംവിധായകൻ മോഹൻ്റെ ഭാര്യയാണ്. കുച്ചിപ്പുടി നർത്തകിയാണ്, ടീച്ചറാണ്, കൊറിയോഗ്രാഫറാണ്. മലയാളിയല്ല. ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലാണ്. ഞാൻ വെമ്പട്ടിച്ചൻ സത്യം മാസ്റ്ററുടെ ശിഷ്യയാണ് കുച്ചിപ്പുടി ഡാൻസിൽ. മാസ്റ്ററുടെ കീഴിൽ ഗുരുകുല സാമ്പ്രദായമായിട്ട് 16 കൊല്ലം പഠിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ എൻ്റെ ഭർത്താവിനോടൊപ്പം കൂടി എറണാകുളത്ത് സത്യാഞ്ജലി അക്കാഡമി ഓഫ് കുച്ചിപ്പുടി ഡാൻസ് എന്ന് പറയുന്ന ഒരു ദ ഓൺലി വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള, അതായത് കുച്ചിപ്പുടി മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഞാനത് നടത്തിക്കൊണ്ട് വരുന്നു. മാത്രമല്ല 4 കൊല്ലമായിട്ട് ഞാൻ നാട്യ കൗസ്തുഭ് നൃത്യോത്സവ് ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവൽ അത് കണ്ടക്ട് ചെയ്യുന്നു. അത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കാരണം, അതായത് ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും പുറത്തേക്ക് പോയി പെർഫോം ചെയ്യാനുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവും. അത് ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു ആളാണ്. നമുക്ക് ദൂരത്ത് ഒരുപാട് ദൂരം, അതായത് ഡൽഹി അല്ലെങ്കിൽ അസാം അല്ലെങ്കിൽ അതുപോലെ ദൂരം പോയി പെർഫോം ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡ്രീമാണത്. അത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവൽ ഇപ്പോൾ 4 കൊല്ലമായിട്ട് തുടങ്ങി നടത്തിക്കൊണ്ട് വരുന്നു. അതിൻ്റെ എയിം യങ് ഡാൻസേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും പിന്നെ ഒരുപാട് ദൂരത്തുള്ളവർ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് പെർഫോം ചെയ്യാനുള്ള അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കൽ, അതിനോടൊപ്പം തന്നെ പത്മശ്രീ പത്മഭൂഷൺ പോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളെയും നമ്മുടെ ഈ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ആർട്ട് ഫോമിനും കൂടി നമ്മൾ പ്രസൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഓഡിയൻസിനും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് യങ് ഡാൻസേഴ്സിനും അതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഉള്ള വിഷയമാണ്. അത് എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാനത് ചെയ്തു വരുന്നത്. അല്ലാണ്ട് ആരുടെ സഹായം ഇതുവരെയും എനിക്ക് ഒരു നയാ പൈസ പോലെ കിട്ടാണ്ടാണ് ഈ 4 കൊല്ലമായിട്ട് ഞാൻ തുടർന്ന് ഈ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടുവരുന്നത്. ഓരോ ഫെസ്റ്റിവലിലും ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്, മോർ ദാൻ 15-20 ആർട്ടിസ്റ്റാണ് വന്ന് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അത് പുറമുള്ള ഡാൻസേഴ്സിനും നമ്മുടെ ഇവിടെയുള്ള അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അത് ഞാൻ നടത്തി വരുന്നത്. എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, എൻ്റെ അമ്മ പറയുന്നത് അമ്മ ജനക് ജനക് പായൽ ബാജ എന്ന് പറയുന്ന പടം കണ്ട ശേഷമാണ് എന്നെ പ്രസവിച്ചതെന്നാണ് പറയുന്നത്. അത് കാരണമാണ് എനിക്ക് ഡാൻസിനോട് ഇഷ്ടം തോന്നിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, അതായത് കേരളത്തിലുള്ള കുട്ടികളെ നോക്കുമ്പോൾ അവർ ഒരു യൂത്ത് ഫെസ്റ്റിവൽ മാത്രമാണ് മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈവൻ പേരൻസ് പോലും അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അവർ ചിലപ്പോൾ ഒരു 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാൻസിന് വന്നു എന്ന് വരില്ല, അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേയില്ല ഡാൻസ്. അതുവരെയും അവർ ഒരു മാർക്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരു റൂട്ട് സിനിമയിലേക്ക് കടന്നു പോകാനുള്ള ഒരു റൂട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരുപാട് കുട്ടികൾ ശ്രമിക്കുന്നത്. പക്ഷേ അത് നല്ല രീതിയും ഉണ്ട്, അതല്ലാണ്ട് ഡാൻസിനോട് താല്പര്യമില്ലാണ്ട് പോകുന്ന രീതിയും ഉണ്ട്. രണ്ട് വിധത്തിലുള്ള കുട്ടികളാണ് നമുക്കിവിടെ കാണപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ വിഷയം വരുമ്പോൾ, ഞാൻ ജനിച്ചു വളർന്നത്, ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ്, പക്ഷെ ഞാൻ വളർന്നത് ചെന്നൈയിലാണ്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഗുരുകുല സാമ്പ്രദായമായിട്ട് പഠിച്ചു എന്നുള്ളത്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമേ പഠിക്കുള്ളൂ.
അതിൽ മാത്രമേ ആണ് അവരുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കുട്ടിയുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നത് അമ്മയാണ്. അമ്മയാണ് കുട്ടികളോട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും. അങ്ങനെയാണ് കുട്ടിയുടെ ഉള്ളിൽ എന്താണ് ആ കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിൽ പോകുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് അവിടെ നിന്നാണ്. അത് അമ്മയാവാം, 90% അമ്മ, 10% അച്ഛനെന്ന് പറയാം. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ അത് ഏത് ആർട്ട് ഫോം ആണെങ്കിലും കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ ശേഷം അവരെ നല്ല ഒരു നർത്തകിയോ നല്ല ഒരു പാട്ടുകാരിയോ അല്ലെങ്കിൽ നല്ല ഒരു ചിത്രകാരിയോ അങ്ങനെ ആക്കണമെങ്കിൽ അതിനൊരു ഗുരു വേണം. ഗുരുവിൻ്റെ അവിടെ ചെല്ലണം. അത് നമ്മളിപ്പോൾ റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയലിനാണ് ഒരു ഗുരുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ അച്ഛനമ്മ ഏൽപ്പിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ റോ മെറ്റീരിയൽ നമുക്കിപ്പോൾ ഒരു ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ അത് വെറും ഒരു കല്ല് രൂപത്തിലായിരിക്കും. പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോഴാണ് അത് നമ്മുടെ കയ്യിലേക്കല്ല, അത് പോളിഷ് ചെയ്യുന്ന അവരുടെ കയ്യിലേക്ക് ചെല്ലുമ്പോഴാണ് അത് പോളിഷ് ചെയ്തിട്ട് അത് ഒരു ഡയമണ്ടായിട്ട് അത് കട്ട് ചെയ്തിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കട്ടിങ് കൊടുക്കണോ ആ കട്ടിങ്ങൊക്കെ കൊടുക്കുമ്പോഴാണ് അത് ഒരു ഡയമണ്ടായിട്ട് മാറുന്നത്, അതിനൊരു ബ്യൂട്ടി വരുന്നത്, അതിനൊരു വാല്യൂ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കഴിവുകൾ ഗുരുവിൻ്റെ കയ്യിലേക്ക് പോകുമ്പോഴാണ് അത് വെളിപ്പെടുക. അപ്പോഴാണ് അവർ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതിലുള്ള ഒരു സീരിയസ്നെസ് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ കുട്ടികൾ അവർ പഠിക്കുന്നു, അവർക്ക് ഒരു ഗുരുവിനോട് ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ വളരെ കുറവാണ്. ഇന്ന് ജസ്റ്റ് ബൈ സെൽ പോലെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ വളരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരിലേക്ക് ഒരു സ്ഥായിലേക്ക് എത്തണമെങ്കിൽ അവരുടെ പിന്നിൽ അവരുടെ അച്ഛനമ്മയും ഗുരുവും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അമ്മയ്ക്കാണ് കൂടുതൽ അതിൽ ഭാഗം ഉള്ളത്. ആ കുട്ടിക്ക് മനസ്സിലാവാണ്ടേ വേറെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരമ്മയാണ്. ആ കുട്ടി അവിടെ വരില്ല എങ്ങനെ എത്തി, ഇന്ന് എന്താണ്, ഇന്ന് എന്താണ് എന്ന ആയതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് അങ്ങനത്തെ ഒരു സാമ്പ്രദായം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരു ശിഷ്യ ബന്ധം. എനിക്കെൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനമ്മനെ കാട്ടി കൂടുതലാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അത് എൻ്റെ അച്ഛനമ്മയുടെ ഒരു എൻകറേജ്മെൻറ്റ് മാത്രമാണ്. പക്ഷെ അത് എന്നെ ഇങ്ങനെ ആക്കിയത് അത് എൻ്റെ ഗുരുവാണ്. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏത് ആർട്ട് ഫോം ആണെങ്കിലും അതിൻ്റെ പിന്നിൽ ഗുരു എന്നുള്ള ഒരു അസാധ്യ ശക്തിയാണ് ഈ ഗുരു എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഏത് വിദ്യയും പൂവിരിയുന്നത്.